ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചീസി ഗാർലിക് നാൻ ആണ്. നമ്മൾ അവണൊന്നും യൂസ് ചെയ്യാതെ ഒരു തവയുടെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2 ടൈപ്പിൽ നമ്മളിത് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായി ആദ്യം തന്നെ ഞാനൊരു 2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. 200 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. അതിനുശേഷം ഇത് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഇത്രയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇത് ചേർത്ത് നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈസ്റ്റും ഉപ്പും ഒക്കെ നമ്മൾ മൈദയിൽ നന്നായിട്ട് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് തൈര് വെച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ തൈര് നമുക്കെടുക്കാം. നല്ല കട്ടിയുള്ള തൈരാണ്, മാത്രമല്ല റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി എത്രയാണോ നമ്മൾ തൈര് യൂസ് ചെയ്യുന്നത് അത്രയും, അല്ലെങ്കിൽ അതിൽ കുറച്ച് അധികമായാലും കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു ബട്ടർ മിൽക്ക് കൺസിസ്റ്റൻസിയിൽ എത്തുന്നത് വരെയുള്ള വെള്ളം, നല്ല ലൈറ്റ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ തൈരും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ചൂട് വേണം. അപ്പോഴാണ് നമുക്ക് ഈസ്റ്റ് ഒരു ആക്റ്റീവായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ചെറിയൊരു ചൂടുള്ള തൈരിൻ്റെയും വെള്ളത്തിൻ്റെയും മിക്സാണ്. അപ്പോൾ അത് ചേർത്ത് നമുക്ക് ഈ ഒരു ഡോന് കുഴച്ചെടുക്കാം. ആവശ്യത്തിനനുസരിച്ച് കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ഡോസ് പോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. പക്ഷേ നമുക്ക് നോർമലിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഡോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ആവശ്യമുള്ള തൈരിൻ്റെയും വെള്ളത്തിൻ്റെയും മിക്സർ വെച്ച് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പൊടിയും നന്നതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ടും ഒരു 2-3 മിനിറ്റ് കുഴച്ചെടുത്തു. അതിന് ശേഷം ഞാനിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി ഇതിനെ ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്തു. ഇത് ഏകദേശം ഡബിൾ ആവുന്നത് വരെ നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഏകദേശം 1-2 മണിക്കൂർ മാത്രമേ എടുക്കുള്ളൂ. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഫിങ്ങിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിയില ചോപ്പ് ചെയ്തതും ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി നമുക്ക് റെഡിയാക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മൊസറല്ല ചീസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഷ്രെഡ് ചെയ്തിട്ടുള്ള മൊസറല്ല. ഇതിന് പകരം ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, മൊസറല്ലയുടെയും ചിഡാറിൻ്റെയും മിക്സ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് എത്രമാത്രം ചീസ് നമ്മൾക്ക് ആ ഒരു നാനിൻ്റെ അകത്ത് വേണോ അത്രയും അധികം നമുക്ക് ചീസ് ഈ ഒരു സ്റ്റേജിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് സ്പൈസി ആവാനായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം. ഞാനിവിടെ കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള ഹെർബ് മിക്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രമേ ചേർത്താൽ മതി. ഇതിന് പകരം നമുക്ക് കസൂരി മേത്തിയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവേഴ്സും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇത് വളരെ സ്റ്റിക്കി ആയിരിക്കും. അതുകൊണ്ട് തന്നെ കയ്യിൽ അല്പം മൈദ യൂസ് ചെയ്ത് തടവിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇത് തൊട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മുഴുവനും ഇത് നല്ല സ്റ്റിക്കായിട്ട് നിൽക്കും. ഓക്കെ, ഇത് നമ്മൾ നോർമലി നിങ്ങൾക്ക് കാണാൻ വീഡിയോയിൽ നല്ല സോഫ്റ്റ് ആൻഡ് സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഡോ ആണ്. നമ്മൾക്ക് ഇത് തന്നെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോർമലി ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്നത് പോലെ ആ ഒരു സൈസിലുള്ള ബോൾസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം മൈദയിൽ കോട്ടിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഓരോ ബോൾസും ഒരു റോളിംഗ് പിന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇത് ഏകദേശം ഫസ്റ്റ് തന്നെ വളരെ തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. അത്യാവശ്യം തിക്നെസ്സിൽ പരത്തിയതിന് ശേഷമാണ് നമ്മളിതിന് വേണ്ടത്. നമ്മൾ നോർമലി ആലു പൊറാട്ടൊക്കെ ചെയ്യുന്നത് പോലെ അത്യാവശ്യം തിക്നെസ്സിൽ പരത്തുക. അതിനുശേഷം നമുക്ക് വേണ്ട അത്രയും ഫില്ലിങ് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ നോർമലി മൊമോസിനൊക്കെ ചെയ്യുന്നത് പോലെ നന്നായിട്ടൊന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്നിച്ചാക്കുക. അതിനുശേഷം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും ഇതുപോലെ റെഡിയാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കുകയും ചെയ്യാം. നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ജനറസ് ആയിട്ട് ആവശ്യമുള്ള അത്രയും തന്നെ മൈദ യൂസ് ചെയ്തിട്ട് വേണം പരത്താനായിട്ട്. ഇത്തിരി സ്റ്റിക്കി ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഡോ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ പരത്തുന്ന സർഫസിലും അതുപോലെ റോളിംഗ് പിന്നിലും ഇത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മൾ ഈ ഒരു സ്റ്റേജിൽ, 2ാമത്തെ സ്റ്റേജിൽ പരത്തുന്ന സമയത്ത് അതിനകത്ത് എയർ പോക്കറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹോൾട്ട് ആ എയർ നമുക്ക് റിമൂവ് ചെയ്യാം. അതിനുശേഷം അത് വീണ്ടും അവിടെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ അതിനുശേഷം വളരെ പതുക്കെ ജെൻറ്റിലായിട്ട് ഇതിനെ പരത്തി കൊടുക്കാം. ആവശ്യത്തിനുള്ള മൈദ യൂസ് ചെയ്യുക. ഓക്കെ, ഒത്തിരി തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം തിക്നെസ് വേണം നമ്മൾ ഈ ഒരു നാൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ വേണ്ട ഒരു തിക്നെസ്സും സൈസും എത്തിയതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു മെത്തേഡിൽ നമ്മൾ മുകളിൽ ടോപ്പിംഗ് ഒന്നും കൊടുക്കാതെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുകളിൽ ടോപ്പിംഗ് കൊടുത്ത രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മുടെ ചീസ് സ്റ്റഫിങ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെക്കുക. എന്നിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിനകത്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുകൾ ഭാഗത്ത് ടോപ്പിംഗ് കൊടുത്തിട്ടുള്ള നാനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഏറ്റവും നമ്മുടെ കയ്യിലുള്ള മോശം തവ യൂസ് ചെയ്യുക. ഏറ്റവും സ്റ്റിക്കി ആയിട്ടുള്ള ഒരു തവ യൂസ് ചെയ്യുക. ഓക്കെ, മാത്രമല്ല നാനിൻ്റെ പിറക് വശത്ത്
നമ്മൾ ടോപ്പിംഗ് കൊടുത്തിട്ടുള്ള നാനാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പിറക് വശത്തായിട്ട് അത്യാവശ്യം വെള്ളം തടവി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നല്ല ചൂടുള്ള തവയിലോട്ട് മാറ്റാം. ഇതിന് നന്നായിട്ടൊന്ന് ബബിൾസ് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്താണ് നമ്മളിതിനെ ഒന്ന് തിരിച്ച് വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് നമ്മൾക്ക് ഈ ഒരു മെത്തേഡിൽ ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ച് ബാക്കി കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മുടെ നാനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് മെത്തേഡിലുള്ള നാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നാനായിട്ട് നല്ല നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു തവ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ നോർമലി ചപ്പാത്തീസൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ രണ്ട് സൈഡും നമ്മൾ ടേൺ ഇട്ടുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നോർമലി പരാട്ടയും ചപ്പാത്തിയും ഒക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ ഗീ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും യൂസ് ചെയ്യാതെയും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഏകദേശം രണ്ട് സൈഡിലും ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരുന്നത് വരെയും മുഴുവനായിട്ട് കുക്കാവുന്നത് വരെയാണ് നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പാച്ചില വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈവനായിട്ട് കുക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം.